നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തസ്സുണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യും. അന്തസ്സുണ്ടാവും, ആ മരണത്തിന് ഒരു അന്തസ്സുണ്ടാവും. 90 ദിവസം ഒരു പീഡന കേസിൽ ജയിലിൽ കിടന്നിട്ട് ജയിലിൽ നിന്ന് പുറത്തു വന്ന, റിമാൻഡിൽ നിന്ന് പുറത്തു വന്ന കേരള ഗവൺമെന്റിന്റെ ഹൈക്കോടതിയിലെ മുതിർന്ന സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ്ടും ഒരു യുവതിയെ പീഡിപ്പിക്കുകയാണ്, ബലാത്സംഗം ചെയ്യുകയാണ്. അങ്ങനെ ഒരു പരാതി ഉയർന്നതിന്റെ പേരിൽ ആ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി കുടുംബക്കാർ ഒന്നിച്ചിട്ട് ഈ PG മനു ആ യുവതിയുടെ വീട്ടിലെത്തി കെഞ്ചി കരയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ എമ്പാടും വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 നേരത്തെ PG മനു ജയിലിലായ കേസിനാസ്പദമായ ആദ്യത്തെ സംഭവം ഉണ്ടാവുന്നത്. വളരെ വളരെ ഗുരുതരമായ, കേട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ തൊലിയുരിയുന്ന, നീതി വാങ്ങിക്കൊടുക്കേണ്ട, മനുഷ്യർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട, അതും ഉത്തരവാദിത്തമുള്ള സർക്കാരിന്റെ തന്നെ ഗവൺമെന്റ് ലീഡറായ NIA ഒക്കെ പബ്ലിക് പ്രോസിക്യൂഷനായി ഒരുപാട് കേസുകളിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഈ ഒരു വ്യക്തി ഇങ്ങനെ സ്ത്രീകളെ തന്റെ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്ത് പീഡിപ്പിക്കുകയെന്ന് ആരും അത്ഭുതപ്പെട്ടു പോവുമായിരുന്നു. അത്തരത്തിലുള്ള ക്രൂരമായ ഒരു പീഡനമാണ് ഇയാൾ നേരത്തെ റിമാൻഡിലാവാൻ കാരണമായ കേസിൽ നടത്തിയിരുന്നത്. അഡ്വക്കേറ്റ് PG മനുവിനെ കുറിച്ച് പറയുമ്പോൾ പാനായിക്കുളം കേസ് നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. 2006 പരസ്യമായ ആഗസ്റ്റ് 15 പാനായിക്കുളത്തെ ഹാപ്പി ഓഡിറ്റോറിയം എന്ന വളരെ പബ്ലിക്കായ ഒരു സ്ഥലത്ത് നടന്ന പരിപാടി, അതിൽ രാജ്യദ്രോഹം, സിമി ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ആ കേസ് പിന്നീട് മുന്നോട്ട് പോയത്. നിരവധി ചെറുപ്പക്കാര് വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അവസാനം എന്താണ് സംഭവിച്ചത്? ഹൈക്കോടതി ഈ കേസിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടു. ഇവരൊക്കെ നിരപരാധികളാണെന്ന് കണ്ടു. അത് പിന്നീട് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയും പാനായിക്കുളം കേസിലെ മുഴുവൻ പേരെയും വെറുതെ വിട്ടു. നിരപരാധികളായിരുന്നു കുറെ കാലം, വർഷങ്ങൾ ജയിലിൽ കിടന്നത്. ഈ കേസ് NIAക്ക് വേണ്ടി വാദിച്ച് നിരപരാധികളെ ജയിലിൽ കുടുക്കിയ പ്രധാനിയാണ്, അതിന്റെ നേതൃത്വം കൊടുത്ത വക്കീലാണ് ഈ അഡ്വക്കേറ്റ് PG മനു. അന്ന് പാനായിക്കുളം കേസിൽ നിരപരാധികൾക്കെതിരെ അവർ ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ അന്താരാഷ്ട്ര തീവ്രവാദമൊക്കെ ബന്ധപ്പെടുത്തി PG മനു പറഞ്ഞ അന്നത്തെ മാധ്യമ ബൈറ്റുകൾ അതൊന്ന് കുറച്ചു ഭാഗം കണ്ടു നോക്കാം. വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും ഒടുവിലെ പാരീസിലെ അടക്കം ഭീകരാക്രമണത്തിൽ ചിതറിത്തെറിച്ച് വീഴുന്ന നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ രക്തത്തുള്ളികൾ പോലും നമ്മളോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കാലഘട്ടം ആവശ്യപ്പെടുന്നത്, തീവ്രവാദമാണ് നമ്മുടെ മണ്ണിന്റെ, ഈ രാജ്യത്തിന്റെ ഏറ്റവും സാമൂഹ്യ വിപത്തായി ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് 2023 പീഡന കേസിൽപ്പെട്ടത്. 2023 സംഭവം എന്തായിരുന്നു? 2018 ഒരു പാവം പെൺകുട്ടി വിവാഹ വാഗ്ദാനമൊക്കെ നൽകി ഒരു ക്രൂരമായ ബലാത്സംഗ പീഡനത്തിന് ഇരയായി. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്ക് വേണ്ടി പോലീസുകാരെ യുവതി അയച്ചത് കടവന്ത്രയിലുള്ള PG മനുവിന്റെ ഓഫീസിലേക്ക് പോകണം എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഈ യുവതി കടവന്ത്രയിലുള്ള PG മനുവിന്റെ ഈ ഓഫീസിലെത്തുകയും വക്കീൽ ഓഫീസിലെത്തുകയും തുടർന്ന് മാതാപിതാക്കളെ പുറത്തു നിർത്തി അന്ന് 2023 ഒക്ടോബർ മാസം ഈ പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുന്ന പ്രവൃത്തികൾ തുടങ്ങുകയാണ്. അങ്ങനെ നിരന്തരം പല ഘട്ടങ്ങളിലായി പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു, പലപ്പോഴും ഓഫീസിൽ നിന്നായി മാതാപിതാക്കൾ അറിയാതെ ഈ PG മനു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഗതികെട്ട് അവസാനം ഈ പെൺകുട്ടി പരാതിപ്പെടുകയും ആ പരാതി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് ഭയന്ന് വിറച്ച ഈ അഡ്വക്കേറ്റ് PG മനു ആ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞ വീഡിയോ ശകലങ്ങൾ അന്ന് ഒരു വർഷം മുമ്പ് സോഷ്യൽ മീഡിയകളിലെ ചൂടൻ വിഷയമായിരുന്നു. അന്നത്തെ PG മനുവിന്റെ ആ പൊട്ടിക്കരച്ചിലിന്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം. എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട്. ആ പെൺകൊച്ച് എന്തോരം അനുഭവിച്ചു. കാല് പിടിക്കാൻ ചേട്ടാ, എന്റെ ജീവൻ തകർക്കണേട്ടാ. ഞാൻ ജഡ്ജിന്റെ പാനലിലേക്ക് പോവാൻ നിൽക്കുക ചേട്ടാ. ഇയാളുടെ ഈ ഒരു സ്വഭാവം കണ്ടില്ലെങ്കിൽ പെൺകുട്ടികളെ തന്റെ സ്ഥാനമാനങ്ങൾ പറഞ്ഞും ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുക, അത് കഴിഞ്ഞ് ഇതുപോലെയുള്ള കള്ളക്കരച്ചിൽ നടത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുക, അത് തന്നെ ഇപ്പോഴത്തെ പുതിയ കേസിന് സംഭവിച്ചു. ഇപ്പോഴത്തെ ഈ പുതിയ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് PG മനുവിന്റെ കുടുംബക്കാരായ സ്ത്രീകൾ, പാവങ്ങള് കരഞ്ഞു തൊഴുത് സംസാരിക്കുന്ന വീഡിയോ ഈ ഭർത്താവ് തന്നെയാണ് പുറത്തുവിട്ടത്. അതിനൊന്ന് കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കേട്ടു പറയാം. ജോണോട്ടാ അല്ല, നിങ്ങൾ ഇത് അറിയണം. ജോണേ മോൻ എന്നാ കട്ടെ കാവിന്ന് ഇറങ്ങിയപ്പോ അമ്മയുടെ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് കടിക്കുക. കേട്ടോടാ മാറി. ഒരു ഭാര്യ ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ ഇതെല്ലാം കേട്ടതായിരിക്കും. അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കാം ജോൺസാ, എന്താ ചെയ്ത് ഈ ഇടയ്ക്ക് ഒരു ഞങ്ങളുടെ കുടുംബത്തിൽ നാറ്റിക്കുന്നത് മാത്രമേ എനിക്ക് പറയാം. ഞങ്ങൾക്ക് കുടുംബം ഇല്ല മേഡം. അല്ല ഉണ്ട്, അതുകൊണ്ടാണ് ഇവളുടെ പോയ മാനത്തിന് എന്നാ വില. എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണം കെട്ടതല്ലേ മറ്റേ കേസില്. എന്നിട്ടും ഈ പരിപാടി നിർത്താറായില്ല. നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തസ്സുണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യും. അന്തസ്സുണ്ടാവും, ആ മരണത്തിന് ഒരു അന്തസ്സുണ്ടാവും. നീ ആത്മഹത്യ ചെയ്ത് പോയി.
നിന്റെ മരണത്തിന് സന്തോഷം ഉണ്ടാവും. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണം നിങ്ങൾ. പുറത്തു വന്നത് ആകെ ഇപ്പോൾ 2 കേസുകളാണ്, 2023 ഇപ്പോഴത്തെ കേസും. പക്ഷെ അതിന് പുറമെ നിരവധി കുടുംബങ്ങൾ ഇയാൾ തകർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പുതിയ യുവതിയുടെ ഭർത്താവ് പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് കഴപ്പാണെങ്കിൽ, ഞരമ്പിന്റെ അസുഖമാണെങ്കിൽ നീ 1000 2000 കൊടുത്ത് ഏതെങ്കിലും വൈശാല്യത്തിൽ പോയെന്ന്, നല്ല കുടുംബത്തെ തകർക്കാനല്ല ഇറങ്ങേണ്ടതെന്ന്. ഈ അഡ്വക്കേറ്റ് പി ജി മനുവിന്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഈ നാറാത്ത കേസും പരാമർശിച്ചു പോകാൻ പറ്റില്ല. നാറാത്ത കേസിലും വാദിച്ച വക്കീലാണ് കേട്ടോ ഇദ്ദേഹം. നാറാത്ത കേസ് എല്ലാവർക്കും അറിയാലോ, അൺലോഫുൾ ആക്ടിവിസ്റ്റ് പ്രിവെൻഷൻ ആക്ട് എന്ന UAPA ചുമത്തപ്പെട്ട കേസാണ്. ആ കേസിൽ അവസാനം സംഭവിച്ചത് എന്താണ്? സുപ്രീം കോടതി ഈ UAPA ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞു, എടുത്തു കളിയാണ് ചെയ്തത്. ആ കേസിലെ ആളുകൾ മുഴുവൻ യുവാക്കളും അതിനുശേഷം ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരുപാട് വ്യാജ കേസുകൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് പി ജി മനു എന്ന് പൊതുവിൽ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം എടുത്ത കേസുകളും പിന്നീട് നിരപരാധികൾ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേസുകളിലെ നാളുവഴികൾ മുഴുവൻ നോക്കിയാൽ അറിയാം. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ NIAക്ക് വേണ്ടിയൊക്കെ, NIAയുടെ പ്രവൃത്തി എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കേസുകളിൽ അനീതി കാണിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പി ജി മനുവിന് കിട്ടേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇത് അർഹിക്കുന്നു. കാരണം അത്രമാത്രം കുടുംബങ്ങളുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് ഈ നീചൻ എന്ന്. ഏതായാലും ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണല്ലോ വീണ്ടും പീഡന കേസിൽ അകപ്പെട്ടിരിക്കുന്നത്. ആ ജാമ്യമൊക്കെ റദ്ദാക്കപ്പെട്ട് ഇയാൾ വീണ്ടും ജയിലിൽ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് ഏറ്റവും അവസാനമായിട്ട് ഇയാളുമായി ബന്ധപ്പെട്ട് 2023 പീഡന സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അന്ന് ആ പെൺകുട്ടി കൊടുത്ത കേസിൽ ആ പെൺകുട്ടിയുടെ പരാതിയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇയാൾ എത്ര ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന ആ ഭാഗം ഒന്ന് കുറച്ച് കേട്ടു നോക്കാം. 11/10/2023 വരണേ, അന്ന് ബാക്കി പറയാമെന്ന് പറഞ്ഞു. 11-ാം തീയതി അഡ്വക്കേറ്റ് മനു നിർദ്ദേശിച്ച പ്രകാരം ഞാൻ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ഞാൻ ഡാഡിയെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. അല്പം സംസാരിച്ച ശേഷം അദ്ദേഹം ഡാഡിയോട് വല്ലതും കഴിച്ചിട്ട് വരൂ, ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഡാഡിയെ പറഞ്ഞുവിട്ട് ഉടനടി വാതിലടച്ച് കുറ്റിയിട്ടു. അടുത്തിരിക്കാൻ പറഞ്ഞ് ഒരു ചെയർ വലിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കേസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഏതാ പെർഫ്യൂം എന്ന് ചോദിച്ച് എൻ്റെ മുഖത്തും മാറിടത്തിലും കഴുത്തിലും വയറിലും പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ കൈയിട്ടപ്പോൾ എനിക്ക് സഹിക്കാതെ വന്നപ്പോൾ, വേദന സഹിക്കാതെ വന്നപ്പോൾ ഞാൻ എണീറ്റ് നിന്നു. എൻ്റെ തുടയിൽ പിടിച്ചു, എൻ്റെ മാറിടത്തിൽ കടിക്കുകയും എൻ്റെ മുഖത്ത് എല്ലാവരും അറിയും വിധത്തിൽ ചുവന്ന പാടുണ്ടാക്കുകയും ചെയ്തു. കേസ് തീരണ്ടേ മുത്തേ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പിടിക്കാൻ വന്നപ്പോൾ ഞാൻ അലറിക്കരഞ്ഞു. എൻ്റെ ശരീരം തണുത്തുപോയിരുന്നു. പീരിയഡ്സ് ആയതിനാൽ എനിക്ക് ഒരുപാട് വേദന ഉണ്ടായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നടന്നത്.